So, നമ്മൾ ഇതുവരെ പറഞ്ഞ പാത്തോഫിസിയോളജി ഇങ്ങനെയായിരുന്നു. നോർമലി the craniocaudal migration of the neuroblast cells originating from the neural crest cells happens during or it completes during the first 12 weeks of gestation. Any arrest in this process, especially in the terminal intestinal region, may result in an aganglionic segment. ഇനി അടുത്തത് നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ എഴുതാം. ഈ ഒരു സെൻറ്റൻസ് വേണം എന്നില്ല. സോ വെൻ ദ ഗാംഗ്ലിയോണിക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ പറ്റും. ദ ഗാംഗ്ലിയോണിക് സെൽസ് മെയിൻറ്റെയിൻസ് ദ നോർമൽ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി. So the peristaltic movement would be absent in the aganglionic region, which may result in a functional obstruction. The fecal matter gets collected proximal to the aganglionic region. അടുത്ത സ്റ്റെപ്പ്, the proximal colon gets enlarged and distended, and this is known as megacolon. സോ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഇത് എഴുതിയിട്ട് ഇതിൻ്റെ സൈഡിൽ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ലൈക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ലൈക്ക് ganglionic region is responsible for the normal peristaltic movement. Due to the absence of ganglionic cells, the peristaltic movement would be absent in the aganglionic area. This results in a functional obstruction, and the fecal matter and gases would be collected in the proximal area. ഇത് എഴുതിയില്ലെങ്കിൽ പരീക്ഷയുടെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല, ഇതൊക്കെ മറന്നു പോകും. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ഒരു തേർഡ് സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുക്കുക. സോ ഈ പടത്തിൽ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു പോർഷൻ ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ ദാറ്റ് ഇസ് നോർമൽ ഹാവിങ് കോളൻ സെൽസ്. ഈ പോർഷനിൽ ഫീക്കൽ മാറ്ററും ഒക്കെ നോർമലായിട്ട് പാസ് ഡൗൺ ചെയ്യും, ബിക്കോസ് ദർ ഇസ് നോർമൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്. എന്നിട്ട് നമ്മളുടെ ഈ ടെർമിനൽ പോർഷനിൽ ഇവിടെ ഗാംഗ്ലിയോൺ സെൽസ് ഇല്ല. ദിസ് ഇസ് അഗാംഗ്ലിയോണിക് റീജിയൻ. അപ്പോൾ എന്താ പറ്റുക? ഇവിടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ എന്താ പറ്റുക? എല്ലാ ഫീക്കൽ മാറ്ററും കൂടെ ഇതിനു മുമ്പുള്ള പ്രോക്സിമൽ കോളനിൽ കളക്റ്റഡ് ആവും. അത് കാരണം അത് വീർത്ത് ഡിസ്റ്റൻറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് മെഗാ കോളൻ. അപ്പോൾ ഒരു ഫങ്ഷണൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും, ഫീക്കൽ മാറ്റർ താഴേക്ക് വരില്ല, ആൻഡ് ദ ചൈൽഡ് വോണ്ട് പാസ് fecal matter properly, which may result in a chronic constipation. സോ ഈ ഒരു കണ്ടീഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പടം വരച്ചിട്ട് മെഗാ കോളൻ ഒന്ന് അടയാളപ്പെടുത്തുക. അതിൻ്റെ ഒപ്പം തന്നെ ഗാംഗ്ലിയോണിക് റീജിയൻ, ദ കളക്ഷൻ ഓഫ് ഫീക്കൽ മാറ്റർ, പിന്നെ ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു സ്കോർ ബെറ്റർ മാർക്സ്. Coming to the types of Hirschsprung's disease, the various types are short segment or classical rectosigmoid Hirschsprung's disease. നമ്മൾ ആദ്യമേ ഇൻസിഡൻസ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു 75% ഓഫ് ദ കേസസിലും റെക്ടോസിഗ്മോയിഡ് റീജിയനിലാണ് അഗാംഗ്ലിയോണിക് ഏരിയ കാണുന്നതെന്ന്. സോ ദാറ്റ് ഇസ് നോൺ ആസ് or that type is known as short segment or classical rectosigmoid Hirschsprung's disease. The next is long segment Hirschsprung's disease, subtotal Hirschsprung's disease, total colonic aganglionosis, total intestinal aganglionosis, and ultra short segment Hirschsprung's disease. So these are the various types. ഒന്നുകൂടെ പറയാം. ഷോർട്ട് സെഗ്മെൻറ്റ് ഓർ ക്ലാസിക്കൽ റെക്ടോസിഗ്മോയിഡ്, ലോങ് സെഗ്മെൻറ്റ് HD, സബ്ടോട്ടൽ HD, ടോട്ടൽ കൊളോണിക് അഗാംഗ്ലിയോണോസിസ്, ടോട്ടൽ ഇൻറ്റസ്റ്റൈനൽ അഗാംഗ്ലിയോണോസിസ്, ആൻഡ് അൾട്രാ സെഗ്മെൻറ്റ് HD. So in this figure you can see a healthy large intestine. The nerve cells are located. ഈ കുത്തൂത്താണ് nerve cellsനെ കാണിക്കുന്നത്.
The nerve cells are found throughout the large segment. Coming to short segment HD. Short segment HD, the nerve cells are missing from the last segment of the large intestine. So ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ the nerve cells are located normally till here. ഇവിടെ നിന്ന് ഒരു ചെറിയ പോർഷനിൽ, യൂഷ്വലി the last portionൽ there is absence of nerve cells. So in short segment Hirschsprung's disease, the nerve cells are missing, അല്ലെങ്കിൽ ganglionic cells are missing from the last segment of the large intestine. In a long segment HD, the nerve cells are missing from most or all of the large intestine and sometimes in the last part of the small intestine. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ദാ ഇവിടെയൊക്കെ നെർവ് സെൽസ് ഉണ്ട്, പിന്നെ ദാ ഈ ഒരു ലോങ് പോർഷനിൽ ദർ ഇസ് ആബ്സെൻസ് ഓഫ് നെർവ് സെൽസ് അല്ലെങ്കിൽ ഗാൻഗ്ലിയോണിക് റീജിയൻ. സോ ലോങ് സെഗ്മെൻറ്റ് HD എന്ന് പറയുമ്പോൾ ദ നെർവ് സെൽസ് ഓർ ദ ഗാൻഗ്ലിയോണിക് സെൽസ് ആർ മിസ്സിംഗ് ഫ്രം മോസ്റ്റ് ഓർ all of the large intestine and certain portions of the small intestine. സോ ഇതനുസരിച്ചാണ് ഈ ഓരോ ടൈപ്സും നമ്മൾ പറയുന്നത്. ഷോർട്ട് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ റെക്ടോസിഗ്മോയിഡ് എന്ന് പറയുമ്പോൾ റെക്ടോസിഗ്മോയിഡ് റീജിയനിൽ മാത്രമായിരിക്കും ഗാൻഗ്ലിയോണിക് റീജിയൻ കാണുന്നത്. ലോങ് സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഫ്രം മോസ്റ്റ് ഓർ ഓൾ ഓഫ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് എ ഫ്യൂ പോർഷൻ ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സബ് ടോട്ടൽ എന്ന് പറയുമ്പോൾ it is a part of long segment. Almost the whole area of the long segment or the large intestine is affected. Total colonic aganglionis എന്ന് പറയുമ്പോൾ total colonic region there is absence of ganglionic cells. Total intestinal aganglionis എന്ന് പറയുമ്പോൾ large intestine and both intestine രണ്ട് ഏരിയാസിലും there is absence of aganglionic cells. അൾട്രാ ഷോർട്ട് സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓൺലി എ വെരി ഫ്യൂ ഏരിയ, അതായത് ഒന്ന് രണ്ട് നെർവ് സെൽസ് അല്ലെങ്കിൽ ഗാൻഗ്ലിയോണിക് സെൽസ് മാത്രമായിരിക്കും അവിടെ മിസ്സിംഗ് ആയിട്ട് ഉള്ളത്. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് HD. ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം എന്നില്ല, നിങ്ങൾ ആകെപ്പാടെ ഈ ടൈപ്സ് എഴുതിയിട്ട് ലോങ് സെഗ്മെൻറ്റും ഷോർട്ട് സെഗ്മെൻറ്റും എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. ബാക്കി ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഫ്രം ദെയർ. Coming to the clinical manifestations of Hirschsprung's disease, the symptoms in newborns include newborns with Hirschsprung's disease. They fail to have the first bowel movement within 48 hours after birth. So usually കുട്ടികൾക്ക് ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് ഫസ്റ്റ് സ്റ്റൂൾ, അതായത് മ്യൂക്കോണിയം പാസ് ചെയ്യുന്നത് നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യും. ഹെർഷ്സ്പ്രിങ്സ് ഡിസീസ് ഉള്ള കുട്ടികളാണെങ്കിൽ നോർമൽ ഫീക്കൽ മൂവ്മെൻറ്റ് അവർക്ക് നടക്കില്ല, ബവൽ മൂവ്മെൻറ്റ് നടക്കില്ല. സോ ദേ ഫെയിൽ ടു പാസ് meconium within the first 48 hours of birth. The other symptoms in newborns include bilious vomiting. മറ്റടുത്ത പൈലോറിക് സ്റ്റീനോസിസിൽ എന്താ ഉണ്ടാവുക? നോൺ ബിലിയസ് വോമിറ്റിംഗ് ആയിരുന്നു. അവിടെ ബൈൽ ഉണ്ടാവില്ല, കാരണം ഗ്യാസ്ട്രിക് കണ്ടൻസ് ഡിയോഡിനത്തിൽ എത്തുന്നതിന് മുമ്പാണ് കുട്ടി വോമിറ്റ് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു പാസേജിന് കുഴപ്പമൊന്നുമില്ല, നോർമലി അത് ഡിയോഡിനത്തിലേക്കൊക്കെ വരും, അതിന് ശേഷമാണ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുക. സോ ഹിയർ ദ വോമിറ്റിംഗ് വുഡ് ബി ബിലിയസ് ഇൻ നേച്ചർ, ബൈലും കൂടെ ഉണ്ടാവും. നോൺ ബിലിയസ് ആണെങ്കിൽ പൈലോറിക് സ്റ്റീനോസിസ്, ബിലിയസ് ആവുമ്പോൾ ഇറ്റ് ഇസ് HD അല്ലെങ്കിൽ ഹെർഷ്സ്പ്രിങ്സ് ഡിസീസ്. There can be enterocolitis and there can be diarrhea in few children. There can be infrequent explosive bowel movements and difficult bowel movements. അപ്പോൾ ഈ ഒരു ഫീക്കൽ മാറ്റർ അവിടെ കളക്റ്റഡ് ആവുമ്പോൾ അതിനെങ്ങനെയെങ്കിലും വെളിയിലേക്ക് കളയാനായിട്ട് there will be vigorous peristaltic movement in the ganglionic region. ഇതുമൂലം ഭയങ്കര ഒച്ചപ്പാടൊക്കെ കേൾപ്പിച്ചിട്ടായിരിക്കും കുട്ടികൾ സ്റ്റൂള് പാസ് ചെയ്യുകയാണെങ്കിൽ പാസ് ചെയ്യുക. സോ ദർ ക്യാൻ ബി ഇൻഫ്രീക്വൻറ്റ് എക്സ്പ്ലോസീവ് ബവൽ മൂവ്മെൻറ്റ്സ് ഓർ ഡിഫിക്കൾട്ട് ബവൽ മൂവ്മെൻറ്റ്സ്. ദർ ക്യാൻ ബി ജോണ്ടസ്. ദർ വിൽ ബി പുവർ ഫീഡിങ്. സോ നോർമലായിട്ട് പാസ് ചെയ്യേണ്ട ഫീക്കേഴ്സ് ഒന്നും വെളിയിലേക്ക് പോയില്ല എങ്കിൽ ദ ചൈൽഡ് വോണ്ട് ഫീൽ ഹങ്കർ ആൻഡ് ദാറ്റ്സ് വൈ ദർ ക്യാൻ ബി പുവർ ഫീഡിങ്.